ഈ രാത്രികാലവും ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിന് വിലപ്പെട്ട അഭിഷിക്തന്മാർ, പ്രത്യേകാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരുന്ന കർത്താവിന് വലിയൊരുദാസൻ പാസ്റ്റർ ബൈജു ബാലകൃഷ്ണൻ, തൻ്റെ പത്നി നമ്മുടെ മധ്യമുണ്ട്, വൈഫ് നമ്മുടെ മധ്യമുണ്ട്, പ്രിയ സഹോദരിയെയും കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഇന്ന് രാത്രി ഞാൻ അറിയിക്കുന്നു. സമയം അധികം നമ്മുടെ മുൻപിൽ ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ കർത്തൃദാസന് മൈക്ക് കൈമാറുകയാണ്. നാമെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ പകൽക്കാലം നമ്മോട് ഇടപെട്ടവനായ ദൈവം ഈ രാത്രിയിലും ശക്തമായി വ്യക്തമായി സംസാരിപ്പാൻ വളരെ ശക്തമായി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. തുറന്നുള്ള നിമിഷം വചന ശുശ്രൂഷകൾക്കായിട്ട് കർത്തൃദാസനെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെ ഓർപ്പിച്ചിരുന്നു, എൻ്റെ വൈഫ് ഒരു അല്പസമയം ദൈവം അവൾക്ക് ചെയ്ത ജീവനുള്ള സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമെന്ന് വാക്ക് പറഞ്ഞിരുന്നത് കൊണ്ട് സാക്ഷ്യം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. അതിനുശേഷം ഞാൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ, ശക്തിയോടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ദുഃഖം തീർന്നു പോ അങ്ങേ കാണുമ്പോൾ, എൻ ദുഃഖം തീർന്നു പോ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. വൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ വൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ. മുങ്ങിടാതെ പ്രിയനെൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ എൻ്റെ രക്ഷിതാവിൻ വൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ആമേൻ. വാഴും ഞാനൻ വൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്ന് രാത്രി സന്തോഷമുള്ള എല്ലാ ദൈവമക്കൾക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത്രയും സന്തോഷത്തോടു കൂടെ ദൈവത്തിൻ്റെ പാദപിടുത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ദൈവത്തിന് എല്ലാ വിശ്വസ്തതകൾക്കാണ് ഞാൻ ഇന്ന് രാത്രി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ ദൈവസഭയ്ക്കും ഹൃദയംഗമായി നന്ദി ഇന്ന് രാത്രി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2011 ജൂലൈ മാസം 4-ാം തീയതി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ അവൻ അനേക ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ ദൈവസഭയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് നിങ്ങളുടെ മുമ്പ് ഒരു ജീവനുള്ള സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവൻ 3 മാസം മുതൽ എൻ്റെ ഉദരത്തിനകത്ത് നല്ല വേദനയുണ്ടായിരുന്നു. ഈ വേദന എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ 5-ാം മാസവും 7-ാം മാസവും ഒക്കെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെക്കപ്പിനായിട്ടൊക്കെ കടന്നുപോയി. എന്നാൽ ഇതെന്താണെന്നൊന്നും ഡോക്ടർമാരോ ഒന്നും കണ്ടുപിടിച്ചില്ല. എന്നാൽ ഈ വേദന അസഹനീയമായി എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഒരു 8 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വലത് കാല് ഫ്രണ്ടിലോട്ട് തന്നെ വയ്ക്കുവാനോ ഒരു സൈഡ് തിരിഞ്ഞു കിടക്കുവാനോ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ വളരെ വേദനയോടെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ആരോട് പറയാതെ ഞങ്ങൾ കുടുംബമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ 9-ാം മാസം വീണ്ടും ചെക്കപ്പിനായിട്ട് ആശുപത്രിയിൽ കടന്നുപോയി. അന്ന് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിന് പുറത്ത് ഒരു മുഴയെന്ന് അവർ പറയുവാനിടയായി തീർന്നു. എന്നാൽ ഇത് ഞങ്ങൾ ആരോട് പറഞ്ഞില്ല. വീണ്ടും ഞങ്ങൾ വീട്ടിലോട്ട് കടന്നു വന്നു. എന്നാൽ 9 മാസം കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തു ഡെലിവറിക്കുള്ള സമയം അടുത്തു വന്നു. ജൂൺ മാസം 28-ാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ 28-ാം തീയതി മുതൽ ഞാൻ ആശുപത്രിയിലാണ്. എന്നാൽ ഡെലിവറിക്കുള്ള സമയമൊക്കെ അടുത്തു വന്നു. പക്ഷേ എൻ്റെ ഉദരത്തിനകത്ത് എൻ്റെ കുഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. ആ സമയത്ത് അനക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥ കാണപ്പെടുവാനിടയായി തീർന്നു. ജൂലൈ മാസം 4-ാം തീയതി രാവിലെ 7 മണിയായപ്പോൾ ഡെലിവറിക്കുള്ള ആ പെയിനുള്ള മരുന്ന് വെച്ചു. എന്നാൽ രാവിലെ
രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ നല്ല വേദന ഉണ്ടായിരുന്നു. എന്നാൽ ഈ 7 മണി കഴിഞ്ഞ സമയത്ത് ആ വേദനയെല്ലാം മാറി. ഞാൻ ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മാനസിക നില തെറ്റി. കാരണം എൻ്റെ ഉദരത്തിലായിരുന്ന കുഞ്ഞ് അവൻ്റെതായ അനക്കം നഷ്ടപ്പെട്ടു. എന്നാൽ ഞാൻ ആ ബെഡിൽ കിടന്നുകൊണ്ട് ഞാനിങ്ങനെ ദൈവത്തോട് കരയുവാൻ തുടങ്ങി. 1 മാസം മുതലേ നല്ല വേദനയോടെ ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞാണ്. ഞാൻ അവിടെ ഞാൻ കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, കമ്പനിമുക്ക് ദേശത്ത് ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എനിക്കെൻ്റെ കുഞ്ഞുമായിട്ട് അവിടെ കടന്നു പോകണം. എനിക്ക് ജീവനോടെ നൽകണമേ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ എൻ്റെ അടുക്കലുണ്ട്. എന്നാൽ എൻ്റെ വലത് കരം ഞാൻ ഉദരത്തിന് പുറത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് എങ്ങനെ നേരത്തെ ഉദരത്തിൽ ചലിച്ചു കൊണ്ടിരുന്നു അതുപോലെ ചലിക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് തന്നെ ഒന്നേ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് ഏതെങ്കിലും ഒന്നിനെ രക്ഷിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് 10:45 ആയപ്പോൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി എൻ്റെ വയർ ഓപ്പൺ ചെയ്ത് എനിക്ക് കുഞ്ഞിനെ എടുക്കുന്നത് നന്നായിട്ട് അറിയാം. പക്ഷേ ആ സമയം എനിക്ക് 7 കുപ്പി ബ്ലഡ് വരെ ശരീരത്തിൽ അടയ്ക്കേണ്ടി വന്നു. ബ്ലീഡിങ് ഉണ്ടായി. എല്ലാ നിലകളിലും വളരെ ശത്രുവായവൻ ആ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു. എങ്കിലും ജീവൻ ഒരു ദോഷവും വരാതെ അമ്മയെ കുഞ്ഞുമായി കർത്താവ് ബലത്തോടെ ദൈവം ഞങ്ങൾക്ക് നൽകുവാനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അത് കഴിഞ്ഞ് എല്ലാ സഹോദരിമാരും ഡെലിവറി കഴിഞ്ഞിട്ട് സുഖത്തോടൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് നടക്കുവാനോ ഇരിക്കുവാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. എൻ്റെ വലത് കാലം നല്ല നീര് എന്നെ പെട്ടെന്ന് തന്നെ ICUയിലോട്ടാക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ 10 ദിവസം വരെ ICUയിൽ കിടന്നു. എന്നാൽ ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നു എന്നാൽ എല്ലാം ഇന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം ദൈവം നന്മയ്ക്കാക്കി ദൈവം തീർക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ ഒരു വിധത്തിലും എനിക്ക് എൻ്റെ ശരീരത്തിന് ഒരു വിടുതലുമില്ല. ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ കടന്നു പോകാം. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞില്ല, എനിക്ക് സീരിയസ് ആണ്, ഒരിക്കലും ഭവനത്തിൽ ചെല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ നോക്കിയത് ഒരു നിർമ്മല മേഡമായിരുന്നു. അവർ പെന്തക്കോസുകാരാണ്. എന്നാൽ മേഡം ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ഏതെങ്കിലും ഒരു നല്ലൊരു അഭിഷക്തനെ വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ദാസൻ അവിടെ എഴുതി വച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ ഭവനത്തിലോട്ട് കൊണ്ടുചെന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ വീട്ടിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എനിക്ക് വേണ്ടി തന്നെ ക്രമീകരിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആ കാലിലെ നീര് കർത്താവ് കംപ്ലീറ്റ് ആയിട്ട് ദൈവ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഈ കമ്പനിമുക്ക് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഭവനത്തിലോട്ട് എന്നെ കൊണ്ടുവന്നു. എന്നാൽ ഈ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു മാരകമായ രോഗം, ക്യാൻസർ എന്ന് പറയുന്ന രോഗമായിരുന്നു. എന്നാൽ ഞാൻ ഒരു ഭാഗത്ത് വളരെ സ്തോത്രം ചെയ്യുന്നു, ഞാൻ ഭാരപ്പെട്ടു. എങ്കിലും ഞാൻ വിശ്വസിച്ചു, ഈ രോഗത്തെക്കാൾ വലിയവനാണ് എൻ്റെ കർത്താവെന്ന്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ എനിക്ക് വേണ്ടി തന്നെ എൻ്റെ സഭ 21 ദിവസം ഉപവസിക്കുവാനിടയായി തീർന്നു. ആ ഉപവാസത്തിൻ്റെ 12ാമത്തെ ദിവസം കർത്താവായ യേശു ക്രിസ്തു എന്നെ തൊടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ പറഞ്ഞ ആ സാഹചര്യത്തിൽ എൻ്റെ ശരീരത്തിന് നല്ല ബലഹീനത ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആരെയും നോക്കിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ പ്രാപിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു ദൈവശക്തി എൻ്റെ ശരീരത്തിൽ വന്നടിക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഇരുന്നും എൻ്റെ വയറ് ഞെക്കിയും നന്നായിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ മുഴയെ കർത്താവ് അപ്രത്യക്ഷമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് 6 വർഷമായി ഒരു മരുന്ന് പോലും കഴിക്കാതെ കൃപയാൽ വിശ്വാസത്താ എൻ്റെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ രോഗമല്ലായിരിക്കാം, ഏതെല്ലാം വിഷയം നിങ്ങൾ ഭാരത്തോടെ വേദനയോടെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ സകല വിഷയത്തിനും പരിഹാരം തരുന്ന ഒരു ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് ഇന്ന് രാത്രി നമ്മൾ മുട്ടുമടക്കിയിരിക്കുന്നത്. ആവശ്യബോധത്തോടുകൂടെ കണ്ണുനീരോടുകൂടെ ആരൊക്കെ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടോ അവരാരെ എൻ്റെ കർത്താവ് വെറുതെ അയച്ചതായിട്ട് വചനത്തിൽ ഒന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കണ്ണുനീരോടുകൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവപൈതലെ, നമ്മൾ നന്നായിട്ട് അറിയുന്ന ദൈവം, നമ്മുടെ അവസ്ഥകളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ദൈവം, നമുക്ക് ജീവൻ നൽകിയ ദൈവം, നമ്മുടെ ഉടമസ്ഥനായിരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ മുഖത്തേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാവരും ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമ്മെ നന്നായി അറിയുന്ന ദൈവം, നമ്മുടെ അവസ്ഥകളെ നന്നായി മനസ്സിലാക്കുന്ന ദൈവം, വെറുതെ ഒരു ചടങ്ങ് തീർക്കുവാൻ ആലയത്തിൽ വന്നു പോകുന്നവരായിട്ടല്ല ഇന്ന് രാത്രി. ഹല്ലേലൂയ. ആ സർവശക്തനായ ദൈവം നമ്മെ
നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ നമ്മിൽ നിന്ന് വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. സകല സ്തുതികൾക്കും യോഗ്യനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ തേജസ്സോടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ലോകം ഹല്ലേലൂയ മുഴുവനും കർത്താവിന്റെ ദുഃഖത്തെ കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. വേദനയോടെ ഭാരത്തോടും ഇരിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്നു. ഇന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തു ഭാഗത്ത് അവന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി എല്ലാവരും കണ്ണുകളെ അടച്ച് കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് രാത്രി ആ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നമ്മെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവം, നമ്മെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി നമ്മുടെ നാടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ ശരീരത്തിൽ മറഞ്ഞു നിൽക്കുന്ന രോഗശക്തികളെ ഇന്ന് പകൽക്കാലം എടുത്തു മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നിന്റെ അരികിലുണ്ട്. ഇന്ന് പകൽക്കാലം ഹൃദയ ഭാരത്തോടിരിക്കുന്ന ദൈവവേദലേ, നിന്നെ അറിയുവാൻ ഹല്ലേലൂയ മറ്റാർക്കും നിന്നെ ശരിക്കും അറിയത്തില്ല. പക്ഷേ നിനക്ക് ജീവൻ നൽകിയ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട് ശരീരങ്ങളെ വിട്ടുകൊടുത്ത് ഇന്ന് രാത്രി ആ വിടുതൽ ഹല്ലേലൂയ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന്റെ ആത്മാവ് അയക്കാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വർഷങ്ങളായി മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമില്ലാതിരിക്കുന്ന ദൈവവേദലേ, ഇന്ന് രാത്രി അടിയനെ സൗഖ്യമാക്കി കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രി കർത്താവേ കടന്നു വന്ന ഈ ദൈവജനത്തെ അടിയൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്നുള്ള നിമിഷം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ഹല്ലേലൂയ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സായം സന്ധ്യയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ പ്രധാന അധ്യക്ഷനായിരിക്കുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, വളരെ സ്നേഹമുള്ള പാസ്റ്റർ ജോമോൻ അവർകൾ, അതുപോലെ അദ്ദേഹത്തോടു കൂടെ കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് അധ്വാനിക്കുന്ന അസിസ്റ്റ് ചെയ്യുന്ന പാസ്റ്റർ പ്രവീൺ അവർകൾ, ഈ ദൈവസഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന ശ്രേഷ്ഠ ദൈവമക്കൾ, വിശേഷാൽ PMGയുടെ സീനിയർ പാസ്റ്റർ ആയിരുന്ന ഇട്ടിയം പാസ്റ്റർ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് രാവിലെ ഡൗട്ട് തോന്നി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇവിടെയുള്ള വാത്സല്യ സണ്ണിച്ചായൻ, അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ദൈവമക്കൾക്കും യേശുവിൻ്റെ നാമത്തിലുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹ സന്ധ്യാവന്ദനങ്ങൾ നിങ്ങളെ ഇന്ന് രാത്രി അറിയിക്കുന്നു. വളരെ സവിസ്തരമായൊരു ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ഈ രാത്രി സമയം അനുവദനീയമല്ലെങ്കിലും പട്ടണ പ്രദേശം, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ 9-9:30 മീറ്റിംഗ് തീരെയുള്ളൂ. എന്നാൽ ഇത് ടൗൺ പ്രദേശമാണ്, ശബ്ദത്തിൻ്റെ പ്രയാസമുണ്ട്. അത് മനസ്സിലായിക്കൊണ്ട് കൃത്യസമയത്ത് ഈ രാത്രി ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതാണ്. ഈ രാവിലെ നമ്മൾ തുടങ്ങി വെച്ച വിഷയം ദൈവത്തിൻ്റെ തോട്ടം എന്ന വിഷയമായിരുന്നു. കുറിവാക്യത്തിലേക്ക് ഈ രാത്രി നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാമത് വാക്യം ഒരാൾക്ക് ഒരു പ്രാവശ്യം കൂടെ ശബ്ദം ഉയർത്തി വായിക്കാം. 6-ാം അധ്യായം 2-ാമത് വാക്യത്തിൽ നമ്മളിങ്ങനെ പഠിച്ചു, എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടങ്ങളിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. 2 കാര്യങ്ങൾ: 1 തോട്ടങ്ങൾ മേയ്പ്പാൻ, 2 ലില്ലി പുഷ്പങ്ങളെ പറിക്കാൻ. ഈ 2 ചിന്തകൾ ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചു. എന്നാൽ തോട്ടത്തിൻ്റെ അകത്ത്, മുന്തിരിത്തോട്ടമാകുന്ന ദൈവസഭയ്ക്കകത്ത് സുഗന്ധം വീശുവാനായി ദൈവത്താലാക്കി വയ്ക്കപ്പെട്ട ദൈവമക്കൾ ആത്മാവിൽ ദൈവകൃപയുടെ വാസന ദേശത്ത് പരത്തിക്കൊണ്ടിരിക്കുവാൻ തുടങ്ങുമ്പോൾ ചെറുകുറുക്കന്മാർ എന്ന് പറയുന്ന 3 ചിന്തകൾ: 1 അവിശ്വാസം, 1 നിരാശ, 3 അശുദ്ധി എന്ന 3 വിധ ചെറുകുറുക്കന്മാർ കടന്നു വന്നിട്ട് മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്ന ഒരു ചിന്ത പറഞ്ഞ് സമയത്തിൻ്റെ പരിമിതി മുഖാന്തരം നമ്മൾ ഇന്ന് പകൽ അവസാനിപ്പിച്ചു. അടുത്ത ഭാഗത്തിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്.
ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാമത് വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 8-ാമത് വാക്യം. ഇവിടെ വായിക്കുന്നത്, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ ഉണ്ടാക്കിയ മനുഷ്യനെ അവിടെയാക്കി. യഹോവയായ ദൈവം ഏദൻ എന്ന പേരിലൊരു തോട്ടമുണ്ടാക്കി. താൻ ഉണ്ടാക്കിയ 2 മനുഷ്യരെ ആ തോട്ടത്തിനകത്താക്കി. അങ്ങനെയെങ്കിൽ ഈ പട്ടണത്തിൻ്റെ അകത്ത് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ദൈവം, സർവശക്തനായ ദൈവം ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിന് ഇപ്പോൾ വിളിക്കുന്ന പേര് പെന്തക്കോസ്തൽ മാറാനാഥ ഗോസ്പൽ ചർച്ച്. ആ തോട്ടത്തിനകത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഈ തോട്ടത്തിലെ തോട്ടക്കാരൻ ഇവിടെ ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാരാണ്. ഈ തോട്ടത്തിൻ്റെ അകത്ത് ഇവരെ ആക്കിയിട്ട് 2 ഡ്യൂട്ടി അവരെ ഏൽപ്പിച്ചു. 1, നിങ്ങൾ തോട്ടം കാക്കണം. 2, നിങ്ങൾ തോട്ടത്തിൽ വേല ചെയ്യണം. ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് രാത്രിയിൽ സവിസ്തരമായൊരു ചിന്തയാണെങ്കിലും ക്യാപ്സൂൾ പോലെ നിങ്ങൾക്ക് ഇന്ന് രാത്രി കൈമാറുകയാണ്. 1, ഈ മുന്തിരിത്തോട്ടത്തെ നിങ്ങൾ കാക്കണം. 2, ഈ തോട്ടത്തിൽ നിങ്ങൾ വേല ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. തോട്ടത്തെ കാക്കാൻ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, കൗശല ബുദ്ധി ദൈവം കൊടുത്ത് സൃഷ്ടിച്ച ഒരു പാമ്പ് ഇഴജാതി തോട്ടത്തിന് പുറത്തുണ്ടായിരുന്നു. കൗശലബുദ്ധിക്കാരനായിരുന്ന ഈ പാമ്പിന് കൗശലബുദ്ധി കൊടുത്തത് ദൈവം തന്നെയായിരുന്നു, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, കൗശലബുദ്ധിക്കാരനായ പാമ്പ് വഴി ലൂസിഫർ എന്ന് പറയുന്ന അരുണോദയ പുത്രനായ ശുക്രൻ എന്നെയും എൻ്റെ പ്രവർത്തനങ്ങളെയും തകർക്കാൻ ഒളിച്ച് പാത്തും പതിയും നടപ്പുണ്ട്. അവൻ ഇതിനകത്ത് കയറി വരാതിരിപ്പാൻ ആദാമേ നീ തോട്ടം കാക്കണം, ഹവ്വയെ നീ തോട്ടം കാക്കണം. ഇതിനൊരു ചരിത്രം ഇതിന് പുറകിലുണ്ട്. പെട്ടെന്ന് പറയാം. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തെ മറയ്ക്കുന്ന പ്രധാന ദൂതന്മാരിൽ ഒരാളായിരുന്ന കെരൂബായിരുന്ന ലൂസിഫർ ഹൃദയത്തിൻ്റെ അകത്ത് സാഹസം നിറഞ്ഞു. ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ വയ്ക്കും, ഞാൻ അത്യുന്നതനോട് സമനാകും, ഉത്തരദിക്കിന് സമാഗം പർവ്വതത്തിൽ ഇരുന്നരുളും എന്ന് സാഹസം കൊണ്ട് ഹൃദയത്തിൽ നിറഞ്ഞ് അഹങ്കരിച്ചു പറഞ്ഞ ഇവനെ, ലൂസിഫർ എന്ന ദൂതനെ, സ്വർഗത്തിലെ ദൈവം ചിറക് വെട്ടി താഴോട്ടിട്ടു. ഈ ദൂതൻ താഴോട്ട് വന്നപ്പോൾ തൻ്റെ കൂടെ ഏകദേശം 33 കോടി ദൂതസഞ്ചയം താഴെ പോന്നു. ഇവർ വന്നു വീണത് ആകാശമണ്ഡലത്തിലായിരുന്നു. അതുകൊണ്ട് പണ്ടൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. അത് ലൂസിഫറിനെ കുറിച്ചാണ്. അതുകൊണ്ടല്ലേ ഇന്ന് അദ്ദേഹം അവർക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് വായിക്കും. നമ്മുടെ ദൈവം ആകാശത്തിൽ വസിക്കുന്നവനല്ല, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകാശത്തിലെ അദൃശ്യമണ്ഡലത്തിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം അടുത്ത് എന്ത് പദ്ധതി തയ്യാർ ചെയ്താലും അതിനെ തകിടം മറിക്കാൻ ഈ ലൂസിഫറും അവൻ്റെ കൂടെയുള്ള 33 കോടി ദൂതന്മാരും ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകളിൽ 33 കോടിയും പ്ലസ് ലൂസിഫറും താഴോട്ട് വന്ന ഭാഗം ഫില്ല് ചെയ്യണം. സ്വർഗമെന്ന് പറയുന്ന പരമോന്നതമായ ആ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി ദൈവം ആലോചിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടമായി ആഗ്രഹമായി തോന്നിയ ഭാഗം താഴോട്ട് ഇറങ്ങി വന്ന് ഭൂമി എന്ന് പറയുന്ന ഒരു ഭൂഗോളത്തെ റീക്രിയേഷൻ ചെയ്യുക. അങ്ങനെ താഴെ ഇറങ്ങി വന്ന് പാഴും ശൂന്യമായി കിടന്ന് ഈ ഭൂമിയെ പുനഃസൃഷ്ടികരണം നടത്തി. ഇതിൽ 2 മനുഷ്യരെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ. പ്രൈസ് ദി ലോർഡ്. എന്തിനെന്നറിയാമോ? മറ്റൊന്നും അവിടെ പറയുന്നില്ല. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകിയെങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗം ഫില്ല് ചെയ്യാൻ ആളുണ്ടാകുകയുള്ളൂ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് വ്യക്തമായി പറയുന്നു, ജാതികളുടെ സംഖ്യ തികയുവോളം. അപ്പോൾ ഒരു സംഖ്യ ദൈവത്തിനുണ്ടായിരുന്നു. ഈ സംഖ്യ ഫില്ലപ്പ് ചെയ്ത് സ്വർഗത്തിലെ ആ ഭാഗം നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന പിശാച് മറഞ്ഞത് ഇങ്ങനെ ചിന്തിച്ചു, ഞങ്ങളെ താഴോട്ട് വെട്ടിക്കളഞ്ഞിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ദൂതന്മാരെ ഇറക്കിക്കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് മനുഷ്യനെ കൊണ്ടുവച്ച് സന്തോഷിക്കാമെന്ന് ദൈവം വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് ആദാമിന് ഗാഠനിദ്ര കൊടുത്തു, ഹവ്വയെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി. ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഇങ്ങനെ ചോദിച്ചു, ആദാമേ താങ്കൾ എവിടെ പോയിരുന്നു? ആദാമിൽ നിന്ന്
നിന്ന് എനിക്ക് കിട്ടിയ മറുപടി, ഞാൻ അല്പസമയത്തേക്ക് ഉറങ്ങിപ്പോയി. ആമേ, ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ ചെറിയൊരു വിള്ളൽ സംഭവിച്ചു. ബൈബിൾ പറയുന്നു, പ്രാർത്ഥനാ സമയത്തേക്കല്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപെട്ടിരിക്കരുത്. കുടുംബജീവിതങ്ങൾക്കകത്ത് ഐക്യതയെ നഷ്ടപ്പെടുത്തി. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, തോട്ടത്തിൻ്റെ അകത്ത് ഭവനമെന്ന തോട്ടം, കുടുംബജീവിതം എന്ന തോട്ടം, ദൈവസഭ എന്ന തോട്ടം, ഇതിൻ്റെ അകത്ത് ഐക്യത നഷ്ടപ്പെടുത്തി, വ്യക്തികളെ തമ്മിൽ അകറ്റി, ആത്മീക അന്തരീക്ഷം നഷ്ടപ്പെടുത്തി, ഉപായ രൂപേണ ഇതിൻ്റെ അകത്ത് കയറി ഇതിൻ്റെ അകത്ത് അമ്മാനമാടുവാൻ കൊതിക്കുന്ന ഒരുത്തൻ പുറത്തുണ്ട്. ഇന്ന് രാത്രിയിൽ ആ നാഗശക്തിക്ക് നേരെ ദൈവസഭ യുദ്ധം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു വാക്യം ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 32-ാമത് വാക്യം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 32-ാമത് വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം, ആദിമ സഭയെക്കുറിച്ച് പറയുന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അകന്നിരിക്കുന്നവരൊന്ന് അടുത്തിരിക്കാമോ? കരം കോർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഇവിടെ ത്തിൻ്റെ വാക്യമാണ് ഞാൻ വായിച്ച അപ്പോസ്തല പ്രവർത്തികളിൽ. ഒന്ന് അടുത്തിരിക്കാമോ? ഹല്ലേലൂയ. നിങ്ങൾ കൈ കോർത്ത് പ്രാർത്ഥിക്കാൻ കണക്കിരിക്കണം സഹോദരന്മാർ കൂടെ. പ്ലീസ്. പാസ് പറഞ്ഞു നല്ല അനുസരിക്കുന്ന വിശ്വാസികൾ എന്നാ പറഞ്ഞത്. പാസ്റ്ററുടെ വാക്ക് നിങ്ങൾ തെറ്റിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് ജനം ഒറ്റക്കെട്ടായി മാറണം. ദൈവസഭയ്ക്കകത്ത് വരുന്നു പോകുന്നെങ്കിലും ആത്മ പറയുന്നു, ചിലതിൻ്റെ മനസ്സ് വിഘടിച്ചിരിക്കുകയാണ്. ചിലതിന് തമ്മിൽ ഐക്യതയില്ല, തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. സ്നേഹമുണ്ടായിരുന്നൊരു കാലം ഈ സഭയ്ക്കുണ്ടായിരുന്നു, ഐക്യത ഉണ്ടായിരുന്നൊരു കാലം ഈ സഭയ്ക്കുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്. എവിടെ ഒരു പ്രാർത്ഥന ഏത് വീട്ടിൽ വെച്ചാലും ഇരിക്കാൻ സ്ഥലമില്ലാതെ ഓടിക്കൂടുന്ന ഒരു വിടുതലിൻ്റെ കാലം ഈ സഭയുടെ ചരിത്രത്തിലുണ്ട്. പക്ഷെ ആത്മാവ് രാത്രി ദുഃഖത്തോടെ കാണുന്നു, ചില വ്യക്തികൾക്ക് തമ്മിൽ യോജിക്കാൻ കഴിയാതെ, കുടുംബ ബന്ധങ്ങളെ തമ്മിൽ ചിതറിപ്പിച്ച് ഇതിൻ്റെ അകത്ത് ഐക്യതയെ നഷ്ടപ്പെടുത്തി, ഈ ആത്മീക ദൈവസഭയ്ക്കകത്ത് മൂല്യച്യുതി നഷ്ടപ്പെടുത്തി, ഇതിനെ ആത്മീക അരാജകത്വത്തിലേക്ക് തള്ളി നീക്കി ഈ ദൈവസഭയെ താറുമാറാക്കുമെന്ന് വാദിക്കുന്ന ഒരു പാമ്പ് പുറത്തുണ്ട്. അവൻ ഇതിനകത്ത് കയറി വരരുത്. അവൻ്റെ പദ്ധതി മാത്രമേ വന്നിട്ടുള്ളൂ. അവൻ ഇതിനകത്ത് കയറി വന്നാൽ നമ്മയും ദൈവത്തെയും തമ്മിൽ തെറ്റിക്കും. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് അവരെ നേരെ യുദ്ധം ചെയ്യാൻ പോകുകയാണ്. പോരെ, ഇന്ന് രാത്രി ഒരുമിച്ച് ആമേൻ പറയണം. എല്ലാവരും ആത്മാവിന് സ്തോത്രം ചെയ്യണം. എല്ലാവരും അധരം തുറക്കണമെന്ന് രാത്രിയിൽ. ആരും സൈലന്റ് ആയിരിക്കരുത്, വെറുതെ കരമടിക്കരുത്. എല്ലാവരും ആത്മാവിന് സ്തോത്രം ചെയ്യണം. ഹൃദയത്തിൻ്റെ അകത്ത് തീ കത്തുന്ന രാത്രിയായി മാറണം. ഞാൻ ഇന്ന് രാത്രി ഒന്നുകൂടി ആവർത്തിക്കുന്നു, നമ്മെ ചതിക്കാൻ വേണ്ടി ഒരുത്തൻ പുറത്ത് നിൽപ്പുണ്ട്. ആരൊക്കെയോ ചേർന്ന് അവനെ പറഞ്ഞു വിട്ടതാണ് ഈ ദൈവസഭയ്ക്കകത്ത് കത്തുന്ന തീ അണയ്ക്കാൻ. ഇന്ന് രാത്രിയിൽ നമ്മൾ അവരോട് പറയുന്നു, പിശാചേ, നീ വന്നത് വെറുതെയായി, നിനക്ക് പിഴച്ചുപോയി, ഞങ്ങൾ ഒറ്റക്കെട്ടായി മാറാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യെരൂശലേമിന്റെ മതിൽ വെന്ത് കിടന്നു, ചുട്ടുകിടന്നു. എന്നാൽ ഈ മതിൽ പണിയാൻ എഴുന്നേറ്റ് വന്ന നെഹമ്യാവ്, കേട്ടോ, നെഹമ്യാവ് എന്ന ദൈവത്തിന്റെ ദാസൻ, കൂടെ നിന്ന ജനവും ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അവിടെ സൻബല്ലത്തും തോബിയാവും രണ്ട് കൂട്ടുകെട്ട് ശക്തികൾ മാറുന്നെന്ന് പറയുന്നു. നാം അവരുടെ ഇടയിൽ ചെന്ന് കലക്കം വരുത്തേണ്ടതിനും. രണ്ട്, കലക്കം വരുത്താൻ നോക്കി ജനം ഒന്നുകൂടെ ഒറ്റക്കെട്ടമായി. അപ്പോൾ പറയുന്നു, നാം അവരെ കൊന്ന് പണിമുടക്ക്. ഒന്ന് കലക്കം, രണ്ട് മരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഒരു ഭാഗം കൂടെ തൊട്ട് ആ വിഷയത്തെ സാധൂകരിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-ാമത് വാക്യം ഒന്ന് വായിക്കാം വേഗം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-ാമത് വാക്യം. മതി. അങ്ങനെ ശിംശോൻ, അപ്പൻ, അമ്മ 3 പേരും ചേർന്ന് മുന്തിരിത്തോട്ടങ്ങളിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. എന്താ ബാലസിംഹത്തിന്റെ പ്രത്യേകത? ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 9-ാമത് വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 49:9. വേഗം വായിച്ചാട്ടെ. യെസ്.
യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവന് കുനിഞ്ഞ സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ബാലസിംഹത്തിന്റെ പ്രത്യേകത, ആമേൻ, ഡയറക്റ്റ് ആയിട്ട് വരത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് വരും. ആമേൻ പറഞ്ഞില്ല, ആമേൻ പറഞ്ഞില്ല. ഇവിടെ സഹോദരന്മാർ പ്ലീസ് ആമേൻ, ഹല്ലേലൂയ. ഇവൻ നാം അറിയില്ല, പതുങ്ങിക്കിടക്കും. പതുങ്ങിക്കിടന്നിട്ട് അവസരം കിട്ടുമ്പോൾ ചാടി വീഴും. ഒന്ന് പാമ്പ്, രണ്ട് ബാലസിംഹം. ശ്രദ്ധിക്കൂ, ഇവൻ ആവശ്യം അപ്പനെയും അമ്മയുമല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശിംശോനെയാണ്. അവിടെ വായിക്കുന്നത് 3 പേരും കൂടെ പോയെങ്കിലും ഒരുവന്റെ നേരെ അലറി വന്നു. ആമേൻ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ആത്മാവിലാകാത്തത്? ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ ദാസൻ യാഗപീഠത്തിൽ കൈയടിച്ച് ആമേൻ ശക്തിയോടെ ആരാധിപ്പിക്കുമ്പോഴും പല കുഞ്ഞുങ്ങളും വെറുതെ ഇരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം പിടയുന്നുണ്ട്. ഇന്ന് രാത്രി എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ ഉണർന്നില്ലെങ്കിൽ ശത്രു നമ്മുടെ മേൽ പ്രബലപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി അഭിഷക്തന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ദുർശക്തിക്ക് നേരെ യുദ്ധം ചെയ്യാൻ ദൈവസഭ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. പ്രാപിച്ച അഭിഷേകത്തെ അതിൻ്റെതായ നിലയിൽ ഉപയോഗിക്കാൻ ഇന്ന് രാത്രി തുടങ്ങ്. ഇത്രയും ദൈവമക്കൾ മതി, 10,000 വേണമെന്നില്ല. ഈ രാത്രി വിടുവിപ്പാൻ, പട്ടണത്തിൽ വിടുതലയക്കാൻ എന്റെ ദൈവം ശക്തി. ഈ യാഗപീഠത്തിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നിട്ടല്ല, യാഗപീഠത്തിൽ നിന്ന് ഒരു അന്യഭാഷ മൈക്കിലൂടെ നിങ്ങൾ കേട്ടിട്ടല്ല ആരാധിക്കേണ്ടത്. അവരവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് രാത്രിയിൽ. ഇന്ന് മാത്രമല്ല, യാഗപീഠത്തിൽ ഇവിടെ ആ യാഗം നടക്കുന്ന എല്ലാ സമയങ്ങളിലും എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ആത്മാവിനെ നിറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷിക്കുന്ന കമ്പനി സുഖ സഭ സ്തോത്രം ചെയ്യുന്നു. അറിയാവുന്ന ഒരു ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്, അയ്യോ പറയണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം എങ്ങനെയോ അന്വേഷിച്ച് അവിടെ വന്നതാ കഴിഞ്ഞ വർഷം. സ്തോത്രം ചെയ്യുന്നു അല്ലേ, ഹല്ലേലൂയ. പേയാട് സ്വദേശി. ഞാൻ ശുശ്രൂഷിക്കുന്ന കമ്പനിമുക്ക് സഭയിൽ ദൈവമക്കളെ വാസ്തവത്തിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല എനിക്ക്. 2 വാക്ക് പറയുമ്പോഴേ ജനവും ആത്മാവിലാകും. ഇവിടെ നിൽക്കാൻ കാരണം ദൈവത്തിൻ്റെ മഹാകൃപയും ശക്തമായ തേജസ്സിൻ്റെ ആരാധനയുമാണ്. ഞാനിന്ന് രാത്രി ഈ PMG സഭയിലെ ദൈവമക്കളോട് വേദനയോട് പറഞ്ഞാണ്ട് കോവളത്തിരിക്കുമ്പോൾ ഇരിക്കുന്നു. വിഷമം തോന്നല്ലേ? സമയം ഒട്ടുമില്ല, അതുകൊണ്ടാണ് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആകപ്പാടെ പലരും വന്നത് 7:15 കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പലരും 7:30 വന്നു, 8:30 അവസാനിപ്പിക്കുക. 1 മണിക്കൂർ. ഇന്ന് പൊതു അവധിയായിരുന്നു, ഓഫീസിലായിരുന്നു അല്ലേ? വിഷമുള്ളവർ സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ, സ്തോത്രം. ക്ഷമിക്കാൻ പറഞ്ഞതല്ല, എൻ്റെ വാക്ക് കഠിനമാണെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണം. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് നിങ്ങൾക്ക് കൈമാറണം. 2 ചിന്തകൾ. ഒന്ന്, ഈ പട്ടണത്തിൽ 2 സ്ഥലങ്ങൾ കത്തിക്കൊണ്ടിരുന്ന ആത്മാവിനെ തീയെ ഊതി അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ കാണിക്കുക. അതിന് ദൈവമക്കൾ ചെയ്യേണ്ടത്, 1, ഐക്യതയുള്ളവരായി മാറണം. 2, സ്തോത്രം ചെയ്യുന്നു, ശക്തമായ ആരാധനയ്ക്കകത്ത് കയറി വരണം. 1 ഐക്യത, 2 ശക്തമായ ആരാധന. വെറും ആരാധന പോരാ, ആത്മാവിനെ തീയുടെ ആരാധന വെളിപ്പെടണം. ാൻ വെല്ലുന്ന ഒരു ഹോമത്തിന്റെ അഗ്നി ഇറങ്ങുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ഹോമത്തിന്റെ തീവിടന്ന് ഉയരണം. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ദൈവശബ്ദം ജനത്തിന് മേലെ മുഴങ്ങുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും, എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ യുവാക്കന്മാരും യുവതികളും ആത്മാവിലായിട്ട് രാത്രി ശരീരങ്ങൾ വിട്ടുകൊടുക്കുന്ന രാത്രി. ദൈവമേ, ഞങ്ങളുടെ സഭയോട് മനസ്സറിയണമേ, ഈ മുന്തിരിത്തോട്ടം നശിപ്പിക്കാൻ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഈ ദൈവദാസന്മാരാ ഞങ്ങളൊക്കെ. അതുകൊണ്ടറിയാം, ഇൻഡിപെൻഡന്റ് സ്വതന്ത്രന്മാരെന്ന് പറഞ്ഞ് കളിയാക്കുന്ന കൊച്ചു സഭകൾ, കൊച്ചു പാവപ്പെട്ടവർ, 2 3 സഭ. ഞങ്ങളുടെ സഭയിലെ വിശ്വാസി ആൻറ്റി ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. സജിൻ എത്തിയില്ല? സജിൻ വന്നില്ല? വന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. അത്ഭുത സാക്ഷിയാ കുടുംബം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കൂ, സ്വതന്ത്രന്മാരെന്നൊക്കെ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, സ്തോത്രം ചെയ്യുന്നു, ഇവരുടെ ഇടയിൽ ഭയങ്കര ആത്മസാന്നിധ്യമാണ്. ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നുണ്ടറിയാം. പക്ഷെ പാരമ്പര്യം പറയുന്ന, ഞങ്ങൾ വലിയ പുള്ളികളെന്ന് പറയുന്ന പലയിടത്തും ആത്മാവിൻ്റെ അഗ്നി അണഞ്ഞുകൊണ്ടിരിക്കുന്നു.
വിഷമിക്കാൻ പറഞ്ഞതല്ല, സോറി. ഈ പട്ടണത്തിൻ്റെ അകത്ത് വലിയ സഭകളിൽ മിക്കതിലും കൃപയാൽ നിൽക്കാതെ എനിക്ക് ഭാഗ്യം നൽകി. പക്ഷെ ഞാൻ പലയിടത്തും വേദനയോടെ ഒരു സ്ഥലത്ത്, ഈ പ്ലാമൂടിലൊരു സ്ഥലത്ത് ഞാൻ ചെല്ലപ്പോൾ ഞാൻ നിൽക്കുന്ന സഭയിൽ തന്നെ ഒരാൾ കാലിൻ്റെ പുറത്ത് കാലുവിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് എനിക്ക് സങ്കടം തോന്നി. ഞാനിന്ന് രാത്രി പറയാം, ദൈവത്തെക്കാളും വലിയവരല്ല നമ്മൾ. അല്പം കൂടെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം പ്രിയരെ. തൊഴുകയോടെ പറയുന്നു, ഒരു വശം നമ്മൾ ഇനി കണ്ടില്ലെന്ന് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവം ഇതിൻ്റെ അകത്ത് കാലങ്ങൾക്ക് മുമ്പ് കത്തിച്ച അഗ്നി, മുൻകാലങ്ങളിൽ ഇവിടെ കത്തിയ ആത്മാവിൻ്റെ അഗ്നി അണയാൻ കാരണമെന്തേ? ആമേൻ. പ്രധാനം വേറൊന്നുമല്ല, ഏക മനസ്സില്ലായ്മ. കരം കോർത്ത് പിടിക്കട്ടെ, കരം കോർത്ത് പിടിക്കട്ടെ, കരം കോർത്ത് പിടിക്കട്ടെ. കൈ കോർത്ത് പിടിച്ചത് കൊണ്ട് ഒരു മനസ്സാകണമെന്നില്ല, എങ്കിലും ഈ രാത്രി കൈ കോർത്ത് പിടിച്ചിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ ദാസന്മാർക്കെതിരെ വിരൽ ചൂണ്ടുന്ന, ഇവിടെ ശുശ്രൂഷിക്കാൻ വരുന്ന ഭക്തന്മാരുടെ കുടുംബങ്ങൾക്കകത്ത് തീരോധാനം വെളിപ്പെടുത്തുവാൻ വാദിക്കുന്ന അഭിഷക്തന്മാരെ വച്ചുപറപ്പിക്കത്തില്ല. ആത്മീയതയിൽ നിൽക്കുന്ന ഭക്തന്മാർക്കെതിരെ വിരൽ ചൂണ്ടുവാൻ ചിലതിനെ എഴുന്നേൽപ്പിച്ചു വിടുമെന്ന് വാദിക്കുന്ന ഈ പട്ടണത്തിൻ്റെ 2 സ്ഥലത്ത് നിന്ന് ഉയർന്നു വരുന്ന ദുർശക്തികളുടെ മേൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ, എല്ലാവരുടെ ശബ്ദം ഉയരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. മുൻകാലങ്ങളിൽ കഷ്ടപ്പെട്ട അഭിഷക്തന്മാര് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ഈ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ ഇതിന് ഇല്ലായ്മ ദൈവം ശ്രമിക്കുന്ന എല്ലാ ബാലസിംഹത്തിന്റെ വെല്ലുവിളികളെയും ഞങ്ങൾ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിനെ ശാസിക്കുകയാണ്. ഒരുമിച്ച് 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 പിതാവിന്റെയോ പുത്രന്റെയോ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു. ഒരുമിച്ച് കരമടിച്ച് അന്തരാധന വൈഡവല ഘടകസേ അർദ്ധരാധന വൈഡവരവസേ ദൂരവക്ഷര മൗടിവക്ഷരേ അന്തൽ കമലവ ദൂര പ്രൗഢേ അധുരാരാധക ശബ്ദലേ ദൂര പ്രൗഢവർ ഈകക്ഷേ അധുരാ ജഗൽ കമല മൗഢേ. ഇന്ന് രാത്രി കർത്താവേ, ഈ ജനത്തിന് മേലൊരു തേജസ്സർ അഭിഷേകം. കത്തട്ടെ 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 കത്തട്ടെ. ഇവിടെ നിന്ന് ഉയരുന്ന ആത്മാവിന്റെ ചൂട് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഈ രാത്രി ഞങ്ങൾക്കത് വ്യാപിചാരം നടക്കുന്നുവോ അവിടെയൊക്കെ അടിച്ചിട്ട് അവയുടെ ശക്തി കെട്ടുപോകട്ടെ, വിളക്കുകൾ അണഞ്ഞു പോകട്ടെ. ഇത് ദൈവത്തിന്റെ ആലയമെന്ന് ഈ ദേശം അറിയേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം. ഈ പട്ടണത്തിൽ വാഴുന്ന അന്ധകാരത്തെ അഴിക്കാൻ വേണ്ടിയാണ് ഭക്തന്മാര് യാഗപീഠത്തിൽ ദൈവം നിർത്തുന്നതെങ്കിൽ ഇന്ന് രാത്രി ഏലിയാവിന്റെ ദൈവം, നമ്മുടെ ദൈവം ബാലിന്റെ പ്രവാചകന്മാരെയും അശേര പ്രതിഷ്ഠകളെയും തകർത്ത് കളയുവാൻ അഭിഷേകം പ്രവാചകന്മാർ പകർന്ന ദൈവം ഈ രാത്രി ജീവിക്കുന്നുണ്ട്. എത്ര പേരുടെ ഉള്ളു കത്തുന്നു, ഉള്ളു കത്തുന്നു, ഹൃദയത്തിനകത്ത് തീ കത്തുന്നു. അഭിഷേകം പ്രാപിച്ച അന്നത്തെ ദൈവകൃപ, അഭിഷേകം പ്രാപിച്ച അന്നത്തെ ദൈവകൃപ, കൃപ വിശ്വാസത്തിൽ ഇറങ്ങി അന്നത്തെ കൃപ, അന്നത്തെ അന്യഭാഷ, അന്നത്തെ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈ ആലയത്തിന്റെ അന്തരീക്ഷം മാറുകയാണ്, PMG സഭയുടെ ചരിത്രം മാറുകയാണ്. ആത്മാവിന്റെ രാത്രി വ്യക്തമായി പറയുന്നു, ചില വ്യക്തികളെ, കുടുംബങ്ങളെ പിശാച് ബന്ധിച്ച് 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 ആലയത്തിലിട്ട് വിടാതെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ചില രോഗശക്തികളെ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ 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 അടിയട്ടെ. പട്ടണത്തിൽ നാണക്കേടുണ്ടാക്കാൻ, യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് നാണക്കേടുണ്ടാക്കാൻ, ചില കുടുംബങ്ങൾക്കകത്ത് അകാല മരണം വരുത്തുവാൻ വാദിക്കുന്ന പാമ്പേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരു മനസ്സായിടാ, ഞങ്ങൾ ഒറ്റക്കെട്ടായിടാ. ഇനി നിനക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ലടാ. ചോദിക്കാനും പറയാനും മുന്തിരിത്തോട്ടത്തിനൊരു ഉടയവനുണ്ട്. ഇതിവിടെ സ്ഥാപിച്ച ഒരു ഉടയവനുണ്ട്. അവന് കാൽവരയിൽ ജീവൻ കൊടുത്താണ് ഇവിടെ സ്ഥാപിച്ചത്. രക്തം ചിന്തിയാണ് ഇവിടെ സ്ഥാപിച്ചത്. പണം കൊടുത്തിട്ടല്ലോ, വഴിപാട് കൊടുത്തിട്ടല്ലോ, ജീവൻ കൊടുത്തിട്ടാണ്, രക്തം കൊടുത്തിട്ടാണ് ഈ മുന്തിരിത്തോട്ടം ഇവിടെ സ്ഥാപിച്ചത്. ഇതിനെ തകർക്കുവാൻ
ഒരു ശക്തികൾക്ക് അനുവാദമില്ല. തേജസ് 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 രാത്രിയത്തെ കത്തി ഇറങ്ങട്ടെ. ഏതൻ തോട്ടം നഷ്ടപ്പെട്ടു പോയ തേജസ്, ഏതൻ നഷ്ടപ്പെട്ടു പോയ തേജസ് യുവാക്കന്മാരെ ഇന്ന് രാത്രി പ്രാപിച്ചോ. ഒരു പരിധിക്കപ്പുറം ദൈവസഭ ആത്മീയതയിൽ വിടാതെ, ഒരു പരിധിക്കപ്പുറം ജനത്തെ ആരാധനയ്ക്ക് വിടാതെ തടസ്സമിട്ട് നിൽക്കുന്ന ആ ഇരുളിന്റെ ശക്തി ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ചോദ്യം ശിംശോനെ, എന്താ നിന്നിലുള്ള പ്രത്യേകത? നിന്നിലുള്ള പ്രത്യേകത മറ്റൊന്നുമല്ല. സ്തോത്രം, നീ നാസീർ വ്രതസ്ഥനാണ്. നിനക്ക് പ്രമാണമില്ല. അവൻ നാസീർ വ്രതസ്ഥ, ദൈവത്തിൻ്റെ മക്കൾ വ്രതസ്ഥരാണ്. നാം ഈ ലോകത്ത് വ്രതസ്ഥരായി ജീവിക്കുന്നവരാണ്. ആമേൻ. അവർ നോക്കുന്നതും അവർ കാണുന്നതും അവർ ചെയ്യുന്നതും കാണാനും ചെയ്യാനുമുള്ള നാമേ സ്തോത്രം ചെയ്യുന്നു പെർമിഷൻ നമുക്കില്ല. നാം വ്രതസ്ഥരാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സാത്താൻ്റെ പള്ളിക്കാര് സാത്താൻ വർഷിപ്പ് ഇന്നലത്തെയും ന്യൂസ് പേപ്പറിൽ അതിൻ്റെ വാർത്ത ഉണ്ടായിരുന്നു. സൈത്താൻ വർഷിപ്പുകാരെ തുരത്തണം, അതിനെ തകർക്കണം, നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കത്തോലിക്ക സഭ രംഗത്ത് വന്നിട്ടുണ്ട്. സാത്താൻ വർഷിപ്പുകാര് ഇൻ്റർനെറ്റിലൂടെ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റ് പെന്തക്കോസ്ത് ഗോളത്തിൽ പല ആത്മീക സഭകളിലുമുള്ള പല കുഞ്ഞുങ്ങളും അവർക്കുള്ള വകയെന്നാണ്. പെന്തക്കോസ്തിനകത്തുള്ള പല ആൺകുട്ടികളും പെൺകുട്ടികളും യുവാക്കന്മാരെയും യുവതികളെയുമാണ് ഇവർക്ക് നോട്ടം. ഈ പാളയത്തിന് ഏതോ ഒരു ഭാഗത്ത് ഇതിനെ വർഷിപ്പ് നടക്കുന്നു എന്നറിയുന്നു. ന്യൂസിലൂടെ, ടെലിവിഷനിൽ ന്യൂസിലൂടെ വീഡിയോ ഞാൻ അല്പം കണ്ടു. സ്തോത്രം, കയറി വരുന്ന ഭാഗത്ത് ബൈബിൾ തുറന്നു വച്ചിരിക്കും. അതിന് തുപ്പണം, തുപ്പിയിട്ട് അകത്ത് കയറണം. അർത്ഥനഗ്നിയായി കിടക്കുന്ന ഒരു സ്ത്രീ പന്നിയുടെ ചോര ഒരു പാത്രത്തിലെടുത്ത് അവളുടെ പൊക്കിൾക്കൊടിയുടെ ഭാഗത്ത് വച്ചിട്ട് പുരോഹിതൻ പൂജ ചെയ്യുന്നു. കത്തോലിക്ക സഭ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓസ്തി, യേശുവിൻ്റെ ശരീരമെന്ന് പറയുന്ന ഓസ്തിയെ എടുത്ത് പന്നിയുടെ ചോരയിൽ മുക്കി പ്രദാനം ചെയ്യുന്നു. എത്രത്തോളം ബൈബിളിനെ അവഹേളിക്കാമോ ഇതൊക്കെ ചെയ്യുന്നു. അവർ പറയുന്നു, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ മറ്റ് സമുദായങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പിള്ളേരുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഏതാ നിങ്ങളുടെ പിള്ളേരെന്ന ചോദ്യം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ MA വർഗീസ് പാസ് ബാംഗ്ലൂരിൽ ചോദിച്ചു. നെറ്റിലൂടെ മറുപടി കിട്ടിയത്, ഞങ്ങൾ ഇറക്കിയതാണ്. ഇങ്ങനെയുള്ള റൗണ്ടിന് മുടിവെട്ടൽ ഞങ്ങൾ ഇറക്കിയതാ. സ്തോത്രം, ഞങ്ങൾ ഇറക്കിയ സാധനമാണ് ശരീരം പ്രദർശിപ്പിക്കുന്ന ജീൻസ്. ഞങ്ങൾ ഇറക്കിയ സാധനമാണ് ഇങ്ങനെയുള്ള മീശ, ഇത്രയുള്ള മീശ. ഞങ്ങൾ ഇറക്കിയ സാധനമാണ് ലേഡീസ് ഉപയോഗിക്കുന്ന ലെഗിൻസ്, അത് അടിവസ്ത്രമാണ് ഞങ്ങൾ ഇറക്കിയത്. അതൊന്ന് പുറത്തിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതെല്ലാം ഞങ്ങളുടെ പിള്ളേരാ. അദ്ദേഹം ലജ്ജിച്ച് തലതാഴ്ത്തി. ഒരു ഞായറാഴ്ച 300-ലധികം കൊയർ മെമ്പേഴ്സുള്ള 40,000 37,500 വിശ്വാസികളുള്ള സഭയിലെ പാസ് തലകുരിച്ചു. അദ്ദേഹം പൊതുവിൽ ചോദിച്ചത്, സാത്താൻ്റെ പള്ളിയിൽ ആരാധനയ്ക്ക് പോകുന്ന എത്ര പിള്ളേർ ഇതിനകത്തുണ്ട്? അവരൊക്കെ പറഞ്ഞു, ഞങ്ങളാരും പോകുന്നില്ല. അദ്ദേഹം മെയിൽ വിട്ടു, ഞങ്ങളുടെ പിള്ളേരൊന്നും നിങ്ങളുടെ പള്ളിയിലെ അംഗങ്ങളല്ല. അവർ പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരെല്ലാം സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളാ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആരും ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് രാത്രി വേദന പറയുന്നു, ആൺകുട്ടികൾ ഹെയർ കട്ടിങ്ങിന് പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം. മിഷനുമായി നിങ്ങളുടെ അടുക്കൽ ഒരു 2 സൈഡും ചെത്താൻ, നാടൻ ഭാഷയെ പറഞ്ഞാൽ നാട്ടിൽ പശു നാക്കിട്ട് നക്കിയതുപോലെ ഇരിക്കും 2 സൈഡ്. ഇവിടെ അങ്ങനെ ആരും ഇല്ലാത്തതിനായി സ്തോത്രം. ഉണ്ടായിരുന്നു, ഇപ്പോൾ വളർന്ന് പൊങ്ങിയിട്ടുണ്ട്. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. വിഷമിക്കാൻ പറഞ്ഞതല്ല. ഞങ്ങളുടെ സഭയിൽ അങ്ങനെ വരുന്നവനെ പിടിച്ച് പൊക്കി നിർത്തുന്നത് ചോദിച്ചു നോക്ക്. സാക്ഷി ദോയിരിപ്പുണ്ട്, നെടുമങ്ങാടുന്ന് പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതാ. ഹല്ലേലൂയ. പൈസ എടുത്തു കൊടുത്ത് വെട്ടിയിട്ട് വരാൻ പറയും, പിന്നെ അവൻ ആവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. ശരീരത്തെ പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അവൻ്റെ പ്രോഡക്റ്റാ. ഹല്ലേലൂയ. ഞാനിന്ന് രാത്രി ദൈവമക്കളോട് പറയുന്നു, അവനൊരു ഭാഗത്ത് പ്രബലപ്പെടുമ്പോൾ നമ്മളൊന്ന് ആത്മാവിൽ ഐക്യതപ്പെട്ടാൽ ഈ പട്ടണം വിടുവിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഇന്നലകളിൽ
നമ്മെ നാം അറിയാതെ ആ ശക്തികൾ ഭരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഒരു മനസ്സോടെ നിൽക്കട്ടെ, ഒറ്റക്കെട്ടായി നിൽക്കട്ടെ. ദൈവസഭയെ ഉണർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് രാത്രി ചരിത്രം തിരുത്തി എഴുതുകയാണ്. ജഗന ഹംദര വൈഡ ഉടമന രഗതന ഹതുന ഘടകച്ചസി അർത്ഥന ജഗൽക്കമന മൗഡി അന്തൽ പൗഡവരച്ചസ് കമനവച്ചസി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പലവട്ടം ഒരു സ്ത്രീ അവനോട് ചോദിച്ചു, നിന്നെ എങ്ങനെ വശീകരിക്കാം, നിന്നെ എങ്ങനെ ഒതുക്കാം, നിന്റെ ശക്തി ഏതിലാണ്? മാറി 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 കള്ളം പറഞ്ഞ ശിംശോൻ അവനറിയാം, ഈ ശക്തി പോയാൽ ഇവർ എന്നെ പിടിച്ചു കെട്ടും. പക്ഷെ ഒരിക്കൽ വായിക്കുന്നത് അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവൾ എന്ന് പറയുന്ന ഭാഗം ജഡമോഹം, അല്ലെങ്കിൽ ഭൗതിക സമ്പത്ത്, അല്ലെങ്കിൽ ഏതിനാണ് വീക്ക്നെസ്, അത് ഒതുക്കി തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. ആളെ വിളിച്ച്, ഫിലിസ്തീനിലുള്ള ആളെ വിളിച്ച് ശൗര്യം ചോദിച്ചു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തലമൊട്ടയടിച്ചിട്ട് പോലും ഈ മണ്ടൻ അറിഞ്ഞില്ല ശക്തി പോകുന്നത്. 7 മുടി തലയിലുണ്ടായിരുന്നു. ആത്മാവിൽ ഞാൻ പറയുന്നു, പുതിയ നിയമത്തിൽ നമ്മുടെ ശക്തി നമുക്ക് ദൈവം നൽകിയ 7 ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്, 7 അടിസ്ഥാന വേദോപദേശങ്ങളാണ്. ഈ 7 അടിസ്ഥാന വേദോപദേശത്തിനകത്താണ് നമ്മുടെ ശക്തിയുടെ രഹസ്യം. ഇതിനെ ചോർത്തിയെടുക്കാൻ ബാലസിംഹം നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഒരു സ്ത്രീയെ കയറ്റിവിട്ടത്. അതുകൊണ്ട് രാവിലെ പറഞ്ഞ ഭാഗം ഞാൻ എടുത്തു പറയുന്നത്, ഒരു ജഡമോഹത്തിന്റെ ശക്തി ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് ഇവർ കയറ്റിവിട്ടിട്ടുണ്ട്. ഒരു കൺമോഹത്തിന്റെ ശക്തി ഇവർ കയറ്റിവിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി അവൻ തകർന്നേ പറ്റൂ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. അവൻ തകർന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മെ അടിമയാക്കും. അത് വേണ്ട. ശിംശോന്മാർ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. കേരളത്തിൽ നിരവധി പെന്തക്കോസ്ത് ആത്മിക ദൈവസഭകളിൽ ഈ ശക്തി നുഴഞ്ഞു കയറി പല ചെറുപ്പക്കാരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് ദൈവസഭയോട് ദൂത് കൈമാറുന്നു. നമ്മുടെ ഇടയിൽ അവന് സ്ഥലം കൊടുക്കരുത്, അവൻ നമ്മെ നശിപ്പിക്കും. ആ ജഡമോഹത്തിന്റെ ശക്തി come out name of Jesus. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ 80-ാമത്തെ വയസ്സിൽ ഇയ്യോബ് പറയുന്നു, എൻ്റെ ചിന്തയിൽ കവളൊട്ടി കണ്ണുകുടിഞ്ഞ മനുഷ്യൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? 80 വയസ്സുള്ള കിളവൻ എന്ന് നമ്മുടെ ഭാഷയിൽ പറയുന്ന അദ്ദേഹത്തിന് ആ ചിന്ത വന്നെങ്കിൽ അതിന് താഴെയുള്ള നമ്മുടെ കാര്യം പറയണോ? വളരെ ഭയത്തോടെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നിങ്ങളുടെ നടുവിൽ. ഞങ്ങളുടെ സഭയിൽ ഉപദേശം അല്പം കഠിനമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു പുരുഷനെ ഒരു സ്ത്രീയെ കാണുന്നത് നോക്കുന്നത് തെറ്റല്ല, ആ നോട്ടത്തിൻ്റെ അകത്ത്, ഹൃദയത്തിൻ്റെ അകത്ത് ഉയർന്നു വരുന്ന ചിന്തയാണ് തെറ്റ്. ഹല്ലേലൂയ. ഇത് കയറി വന്നാൽ അത് ഗർഭം ധരിക്കും, പാപം പ്രസവിക്കും, അത് ഒടുവിൽ മരണത്തിൽ കൊണ്ടുപോകും. യേശുവിൻ്റെ വചനത്താലും രക്തത്താലും ജയമെടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആത്മിക സഭയിൽ കാട്ടാക്കടയിൽ ഒരു വലിയ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതുപോലെ ഒരു ചിന്ത ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുത്തി. ആര് വിളിച്ചു പറയുന്നത്, ദൈവസഭയ്ക്ക് അപമാനം വരുത്തുവാൻ ജഡത്തിൻ്റെ ശക്തി നോട്ടമിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്ത് നമ്മെ കൊണ്ടുവന്നത്, ശിംശോൻ എന്ന പദമെടുക്കാം, ശിംശോനെ കൊണ്ടുവന്ന ദൈവമെങ്കിൽ, ശിംശോനെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നീ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നീ സൂക്ഷിച്ചില്ലെങ്കിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ആരും തികഞ്ഞവരല്ല, നാം ജഡത്തിൽ ജീവിക്കുന്നവരാണ്. ആമേൻ.
ഒന്നുകൂടെ, നമ്മൾ ആരും തികഞ്ഞവരല്ല, നാം ജഡത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ നമ്മെ ചതിക്കാതിരിപ്പാൻ സഹോദരിമാരെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, യുവാക്കന്മാരെ, യുവതികളെ, സഹോദരന്മാരെ, മാതാപിതാക്കളെ, ഈ രാത്രി ഞാൻ പറയുന്നു, നമ്മെ ചതിക്കുന്ന ഒരു ശക്തി അപ്പുറത്തുണ്ട്. അവൻ ചാടി വീണ് നിന്നെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഒരു പക്ഷേ ഉപവാസത്താലും പ്രാർത്ഥിയാലും നീ അവനെ ജയിക്കുമായിരിക്കാം. പക്ഷെ നിന്റെ ശക്തിയെ ചോർത്തുന്ന ജഡം വെക്കേഷൻ സമയത്ത് എവിടെന്നെങ്കിലും സ്തോത്രം ചെയ്യുന്നു ഡിസ്കുകളും പെൻഡ്രൈവുകളും ഒപ്പിച്ച് വീട്ടിലിരുന്ന് കാണുന്ന പല ആത്മീക കുടുംബങ്ങളെ എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ ഒരിക്കൽ കൂടെ ആ ഭാഗം നിന്ന് ദൈവാത്മ പറയുന്നു, നമ്മെ നശിപ്പിക്കാൻ ജഡീക ശക്തിക്ക് ഇടം കൊടുക്കരുതാരും. 1 യോഹന്നാൻ 2:15 ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൾ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ അല്ലെങ്കിൽ അവളിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇവ ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. നമ്മുടെ ആത്മാവ് സ്തോത്രം എപ്പോഴും ശരീരത്തെ കൊണ്ട് ദൈവിക വിഷയങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷെ ദേഹി, മനസ്സ് നമ്മുടെ ജഡത്തെ കൊണ്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സാധാരണയായ മനുഷ്യർ പലപ്പോഴും ചെയ്യുന്നത് ഈ ദേഹി അനുസരിക്കുന്നു, ആത്മാവിനനുസരിക്കുന്നില്ല. ഗലാത്യത്തിൽ പൗലോസ് പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ഇന്ന് നമുക്ക് വെറും മനുഷ്യാത്മാവല്ല, സപ്പോർട്ടിന് പരിശുദ്ധാത്മാവും കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവും മനുഷ്യാത്മാവും കൂടെ സംഗമിച്ചാൽ പിന്നെ എന്തുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുന്നില്ല? അറിയത്തില്ല. ആത്മാവ് രാത്രി ആ ഭാഗത്ത് നിർത്തി സംസാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ട് കത്തിക്കൊണ്ടിരുന്ന ആത്മീയ അഗ്നി നഷ്ടപ്പെട്ടു? ഒന്ന് ഐക്യത പോയി, 2 ജഡമോഹം അകത്ത് കയറി വന്നു. ഇത് രണ്ടും ഇന്ന് രാത്രി ഔട്ടാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 3-ാമത്തെ ചിന്ത, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 6-ാമത് വാക്യം ഈ രാത്രി വായിക്കാം. 4 മുതൽ വായിച്ചാൽ നന്നായിരിക്കും. 4 മുതൽ 4 വായിച്ചോ. വ്യസനവും നീരസവും പൂണ്ട് അരമനയിൽ ചെന്നു. മതി. വ്യസനവും ദുഃഖവും നീരസവും കോപവും പൂണ്ട് ഒരു മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ ചോദിച്ചിട്ട് അത് കൊടുക്കുകയില്ല എന്ന മറുപടി കിട്ടിയപ്പോൾ ശയനഗൃഹത്തിലേക്ക് കയറി ചെന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ വാട്ടം കണ്ടുകൊണ്ട് രാജ്ഞി ഇസബേൽ ചോദിക്കുന്നൊരു ചോദ്യം, എന്താ യജമാനനായ രാജാവ് അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ മറുപടി, നമ്മുടെ കൊട്ടാരത്തിൻ്റെ വളപ്പിൽ നിരവധി അനവധി മുന്തിരിത്തോട്ടങ്ങളുണ്ടെങ്കിലും യെശയ്യാവ് 5:1 വായിക്കണ്ട, പാട്ടും പ്രാർത്ഥനയുമുള്ള നാബോത്തുണ്ടാക്കിയ ഈ മുന്തിരിത്തോട്ടം കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരാവേശം തോന്നുന്നു. അതൊന്ന് കിട്ടിയെങ്കിൽ ആ മുന്തിരി വള്ളികളെ പറിച്ചു കളഞ്ഞിട്ട് ആ ഭൂമി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ആ ബിൽഡിംഗ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, അതിനകത്തുള്ളതിനെ പറിച്ചു കളഞ്ഞിട്ട് എനിക്ക് ചിലതിനെവിടെ പാകാമായിരുന്നു. സോദരം, അവളുടെ മറുപടി, ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലം അത്രയും നിങ്ങളുടെ ആഗ്രഹം നടക്കാതെ വന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പറയും, ഒരു സ്ത്രീ വിചാരിച്ചാൽ ഇവിടെ പലതും സംഭവിക്കും. സ്ത്രീ വിചാരിച്ചാൽ എന്തും നടക്കുമെങ്കിൽ ഒരു രാജ്ഞി വിചാരിച്ചാൽ നടക്കാത്തതെന്ത്? ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ വാഴുന്ന ഒരു ശക്തിയാണ് ഒരു രാജ്ഞിയുടെ, ഇസബേലിന്റെ ശക്തി. എനിക്കറിയത്തില്ല ഈ പട്ടണത്തെക്കുറിച്ച് അധികം, പക്ഷെ ആത്മ പറഞ്ഞു, ഈ പട്ടണത്തിൽ വാഴുന്ന ഈ ഇസബേലിന്റെ ശക്തിക്ക് നേരെയാണ് ഈ രാത്രി നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇവൾ ചെയ്ത പരിപാടി നാബോത്തിനെ ഒതുക്കണമല്ലേ?
നാബോത്തിനെ ഒതുക്കിയെങ്കിലേ മുന്തിരിത്തോട്ടം കിട്ടൂ. അപ്പോൾ കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവജനത്തിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവസഭ ശക്തമായി പ്രാർത്ഥിച്ചു കൊള്ളണം. ഞാൻ രാവിലെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വിഷയമെങ്കിൽ ഞങ്ങൾക്ക് 1000 വിഷയങ്ങളാണ്. മോശയുടെ കൈ ഉയർന്നിരിക്കണമെങ്കിൽ കൈ താങ്ങുവാൻ 2 പേർ അപ്പുറത്തും ഇപ്പുറത്തും വേണമായിരുന്നു. മോശയുടെ കൈ ക്ഷീണം കൊണ്ട് കുഴഞ്ഞു താഴുമ്പോൾ അമാലേക്ക് ജയിക്കുമായിരുന്നു. മോശയുടെ കൈ ഉയർന്നിരിക്കുന്ന കാലം അത്രയും ഇസ്രായേൽ ജയിക്കുമായിരുന്നു. അഭിഷക്തന്മാരുടെ കര ഉയർന്നിരിക്കണമെങ്കിൽ ദൈവജനത്തിന് ശക്തമായ പ്രാർത്ഥന സപ്പോർട്ട് വേണം. ഒറ്റ വാക്കിൽ പോരാ, ഒരു ദിവസം 10 മിനിറ്റെങ്കിലും ദൈവമേ ഞങ്ങളെ നടത്തുന്ന അഭിഷക്തന്മാർക്കായി സ്തോത്രം. അവിടെ ആയുസ്സിന് ദോഷം വരരുത്, അവിടെ വാഹനത്തിന് ദോഷം വരരുത്. ശക്തമായി പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യണം. Praise the Lord. നാബോത്തിന് വേണ്ടി ഇസബേൽ ചെയ്തം പ്രസിദ്ധപ്പെടുത്തി. ആ ഉപവാസത്തിന്റെ പേരാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ മിനിസ്ട്രി. ഹല്ലേലൂയ. പുതിയ തലമുറയിലെ ശുശ്രൂഷ. ആമേൻ. നാബോത്തിനോട് ഞാൻ പറഞ്ഞു, നാബോത്ത് അങ്ങൊരു ദൈവഭക്തനായിരിക്കാം, കഷ്ടപ്പെട്ട് മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയിരിക്കാം, പക്ഷേ ഈ ഉപവാസത്തിന് പോകാൻ നേരത്ത് ഒരു വാക്ക് ദൈവത്തോട് ചോദിച്ചോ, ഞാൻ പോണമോ എന്ന്? ചോദിച്ചില്ല. രാജ്ഞിയല്ലേ വിളിച്ചതെന്നും പറഞ്ഞ് കയറിപ്പോയി. വലിയ പട്ട് സിംഹാസനമുള്ള കൊട്ടാരത്തിന് ഉപവാസം. എൻ്റെ പൊതുഭാഷയിൽ പറഞ്ഞാൽ വലിയ ഓഡിറ്റോറിയം AC-ക്കകത്ത് ഉപവാസം വയ്ക്കുമ്പോൾ സ്തോത്രം, പോസ്റ്റർ നോക്കാതെ ഇത് ഉപദേശമുള്ളതാണോ അത് ഇസബേൽ വെച്ചോണെന്നോ നോക്കാതെ കയറിപ്പോകുന്നവർ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. പട്ടണത്തിൻ്റെ അകത്ത് നിന്ന് പലയിടത്തുനിന്നും പല ദൈവമക്കളും അന്വേഷിച്ച് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളെ ദൈവം നിർത്തിയ സഭയിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ പ്രാദേശിക സഭയിലെ ദൈവത്തിൻ്റെ ദാസൻ അറിയാതെ ഒരു നെഗറ്റീവായ റൂട്ട് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകരുത്. ഉണ്ടായാൽ അതിൽ ദൈവപ്രസാദമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ത് കാര്യവും നമ്മുടെ ആത്മിക പിതാവ് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഹല്ലേലൂയ. ഇസബേലിന്റെ ഉപവാസം എന്നറിയാതെ ചെന്നിരുന്നു കൊടുത്തു. ആമേൻ, ആമേൻ. നിങ്ങൾക്കറിയാം, ഈ തലമുറ നമ്മുടെയൊക്കെ ഒരു 10-15 വർഷത്തിന് മുമ്പ് പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത് വേർപാടുകാരായിരുന്നു, അല്ലേ? ഒരു സഭായോഗത്തിന് വന്നാൽ ഒരു കളർ സാരി ഉടുത്തുകൊണ്ട് വരില്ലേ സഭായോഗത്തിന്? ബഹുമാനായ കെ ജോസഫ് സാറിന്റെ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട് ആ വിഷയത്തിൽ. സഭായോഗത്തിന് വരും ദൈവമക്കൾ അവൻ കളർ സാരി, കളർ വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല. ബൈബിളിൽ വാക്യം അതിൽ എഴുതിയിട്ടില്ല. പറയുന്നതിൻ്റെ കാര്യം, കളർ വസ്ത്രം എടുത്തോണ്ട് പട്ടുവസ്ത്രവും പൂക്കളും എടുത്തോണ്ടിരുന്നാൽ പുറകെ ഇരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ മൊത്തം വസ്ത്രത്തിൽ പോകും. മനസ്സിലാകുന്നുണ്ടോ? 2, എവിടെ പോകുന്നു? ദൈവത്തിൻ്റെ ആലയത്തിൽ പോകുന്നു, ആരാധനയ്ക്ക് പോയിട്ട് വരുന്നു എന്ന് നാട്ടുകാർ അറിയണം. അതൊരു അടയാളം. അങ്ങനെ വേർപെട്ട് ആരാധിക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. വളരെ സ്നേഹിക്കുന്ന ബഹുമാനരായ വർഗീസ് അബ്രഹാം ബാസ് പ്രസംഗിച്ച ഒരു ചിന്ത, ആ പദം അതുപോലെ കുമ്പനാട് പ്രസംഗിച്ച ഒരു ഭാഗം ഞാൻ എടുത്തു പറയാം. വളരെ എന്നെ ടച്ച് ചെയ്തു. പരിമല ഭക്തന്മാർക്ക് വ്രതമുണ്ട്, ശബരിമല ഭക്തന്മാർക്ക് വ്രതമുണ്ട്, അവർക്ക് യൂണിഫോം ഉണ്ട്. ഇവിടെ നിന്ന് ഇടത്തെ പോകുന്നവരും വേളാങ്കണ്ണിക്ക് പോകുന്നവരും ഹജ്ജിന് പോകുന്നവർക്ക് യൂണിഫോം ഉണ്ട്. അദ്ദേഹം പറഞ്ഞ പദം അല്പം കടന്നുപോയെങ്കിലും ഞാൻ പദം ആവർത്തിക്കുന്നു. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് കുറ്റിയും പറഞ്ഞ് കിടക്കുന്ന ഇവിടെ കുറെ എണ്ണത്തിന് യൂണിഫോം അല്ലേ, വ്രതവുമില്ല. ക്ഷമന്ത ഒന്നല്ലേ? അദ്ദേഹം പറഞ്ഞ പദം അമ്പമ്പോ ചില ജീൻസൊക്കെ വലിച്ചു കയറ്റി എങ്ങനെ ഇതിനകത്ത് കയറി പറ്റൂ അമ്പോ എന്ന് പരമാർത്ഥികൾ ചോദിക്കുമ്പോൾ തലകുലുക്കി ആമൻ ചിരിക്കുന്ന ഹൈടെക് കൊച്ചമ്മമാരിവിടെ ഉണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞ പദം, മരണവീട്ടിൽ ഉപയോഗിക്കുന്ന കറുത്ത വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് സഭായോഗത്തിന് വരരുത്. ഒരു പോയല്ല ദൈവമേ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ജെൻസ് വിയർ എന്നും പറഞ്ഞ് ആൺകുട്ടികൾ യുവാക്കന്മാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ഡ്രസ് ഷോപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ എവിടെയായിട്ട് അല്ലേ? ജെൻസിന് വേണ്ടി, ആൺകുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡ്രസ് മേക്കേഴ്സ് എന്ന് അവർ പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ മോഡൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആൺകുട്ടികളുടെ വസ്ത്രങ്ങൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. കളറ് കൂടുതൽ ആകർഷണം, ബ്ലാക്ക്. സഭായോഗത്തിന് വിശുദ്ധ ആരാധനയ്ക്ക് വരുമ്പോൾ, നാളെ മറ്റന്നാൾ വരുമ്പോൾ, ഇവിടുത്തെ ബഹുമാന്യ ജോമൻ പാസ് ഉള്ളിൽ പറയണം, ബൈജു പാസ് പ്രസംഗിച്ച പ്രസംഗം സക്സസ് ആയി. അല്ല, നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യമുണ്ടെങ്കിൽ പഴയ തന്നെ ഉപയോഗിച്ചോളൂ. അദ്ദേഹം പറയും അയാൾ വന്നിട്ട് ഉപയോഗമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നിങ്ങളോട് പറയുന്നു, ഇസബേലിന്റെ ഉപവാസം പോലെയുള്ളതല്ല നമ്മുടെ ഉപവാസം. ഇസബേലിന്റെ ഉപവാസത്തിനകത്ത് പ്രമാണമില്ല. അവിടെ എങ്ങനെയെങ്കിലും കയറി ചെല്ലാം. എങ്ങനെ ചെന്നാലും സ്നാനം കൊടുക്കും. ക്ഷേത്രത്തിൽ പ്രസാദം കൊടുക്കുന്നത് പോലെ കയറി ചെല്ലുന്നവർക്കെല്ലാം കർത്തൃമേശ കൊടുക്കും. നിങ്ങൾക്കറിയാം, കാട്ടാക്കട സ്വദേശി, പട്ടണത്തിൽ അറിയപ്പെടുന്ന മനുഷ്യൻ, ഇന്ന് കൗടിയാറിൽ താമസിക്കുന്ന ആ ദൈവത്തിൻ്റെ ദാസൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന 3-4 പേർക്ക് ഭൂതമടിപ്പിച്ചിട്ടുണ്ട്. ഞാനല്ല, കർത്താവ്. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് ആയിരക്കണക്കിന് ആളുകൾ വരുന്നല്ലോ, വരുന്നവർ നിൽക്കുന്നില്ലല്ലോ, എല്ലാവരും കർത്തൃമേശ കൊടുക്കുമോ? കൊടുക്കും. ഞാൻ പറഞ്ഞു, വരുന്നവന് എത്ര ഭാര്യയുണ്ടെന്ന്, എത്ര ഭർത്താവുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമോ? അറിയത്തില്ല. ഉപദേശമാണ് പറഞ്ഞത്, കേട്ടോണം. ഈ വരുന്ന വ്യക്തി സിഗരറ്റ് വലിക്കുന്നവനാണോ, മദ്യപിക്കുന്നവനാണോ, അതോ പാപം ചെയ്തിട്ട് വരുന്നവനാണോ, വീട്ടിൽ ആഭരണം യൂസ് ചെയ്തിട്ട് അത് ഊരി വെച്ചിട്ട് കർത്തൃമേശ വരുന്ന അദ്ദേഹത്തിന് അറിയാമോ? അറിയത്തില്ല. ആളുകളുമായിട്ട് ബന്ധമില്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കും കർത്തൃമേശ കൊടുക്കുന്ന ഇസബേലിന്റെ ഉപവാസത്തിനകത്ത് ചെന്ന് തലവെച്ച് കൊടുക്കരുത്. ഈ 1-ാമത്തെ രാത്രി ഉപദേശത്തിന്റെ കാഠിന്യ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഇത് ദൈവം നട്ടുണ്ടാക്കിയ മുന്തിരിത്തോട്ടമാണ്. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ അവൻ അതികോപത്തോടെ സംസാരിക്കുന്നു. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കും നോക്കുന്ന ഇസബേലേ, നിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കരം ഭാരമായി വെളിപ്പെടാൻ പോയാൽ ഈ ദൈവത്തിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന, ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില ഭൂമികൾക്ക് നേരെ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ചില വ്യക്തികളുടെ പേര് ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുകയാണ്. എനിക്കറിയത്തില്ല, പദം അങ്ങനെ ആവർത്തിച്ച് പറയുന്നു. അഭിഷക്തന്മാരുടെ കുടുംബങ്ങളിലേക്ക് ഭൂമി നന്മകൾ വന്നു കയറിയത്, ഭക്തന്മാരുടെ കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലരെ ഭൂമികൾ കൈവശമാക്കിയത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വിട്ടെറിഞ്ഞിട്ടോടാൻ അഭിഷക്തന്മാരുടെ തലമുറകളെ ബന്ധിച്ച് കുടുംബങ്ങളെ ചിന്നാഭിന്നമാക്കാൻ നോക്കുന്ന ഈ ദേശത്തിന്റെ അന്ധകാരത്തിന്റെ മേല് ഇന്ന് രാത്രി യുദ്ധം നടത്താൻ പരിശുദ്ധാത്മാവ് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. കാൽവരി ക്രൂശിൽ ചരിത രക്തത്താൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നു. എല്ലാ കണ്ണുകളും രാത്രി അടയ്ക്കാം. പ്ലീസ് ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ബൈബിൾ. എല്ലാവരും ബൈബിൾ അടക്കാം, കണ്ണടയ്ക്കാം. ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. എവിടെ ഉപദേശമുണ്ടോ അവിടെ പിശാച് ഭയപ്പെടും, പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. എവിടെ വേർപാടും വിശുദ്ധിയുടെ മുഖമുദ്രയുണ്ടോ അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. അന്ധകാര ശക്തി പുറത്തു പോകും. എല്ലാവരും കണ്ണുകളടച്ചാട്ട്. രാവിലെ പറഞ്ഞതുപോലെ ഒരു നിമിഷം മുട്ടുമടക്കാൻ കഴിവുള്ളവർ മുട്ടുമടക്കിയാട്ട്. ഒരുമിച്ച് ആത്മാവിന് സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. തീരുമാനമെടുത്താട്ട്. ദൈവമില്ലാത്ത രൂപങ്ങൾ, ദൈവമില്ലാത്ത വേഷവിധാനങ്ങൾ ദൈവാലയത്തിൽ സഭായോഗത്തിന് ഉപയോഗിച്ചവർ, കർത്താവേ, ഞാൻ ഇന്ന് രാത്രി അങ്ങയോട് സോറി പറയുന്നു. സോറി ആണ്ടവരേ, എങ്ങൾ തകപ്പനേ. എല്ലാവരും രാത്രി ആത്മാവിൽ മുട്ടുമടക്കിക്കോ. ദൈവത്തിന്റെ തേജസ് ഈ PMG സമാഹരണത്തെ ചലിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ പട്ടണത്തിന്റെ അകത്ത്
ചില വമ്പൻ ഹോമങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്ന് ആത്മാവ് ദർശിക്കുകയാണ്. ഈ രാത്രി ദൈവാത്മ പറയുന്നു, ജനം ഒരു മനസ്സോടെ നിലവിളിക്കട്ടെ, ജനം ഒരു മനസ്സോടെ കരയട്ടെ. നഷ്ടപ്പെട്ട മടങ്ങി വരികയാണ്, നഷ്ടപ്പെട്ടു പോയ ദൈവം മടങ്ങി വരികയാണ്. ഈ പട്ടണത്തിന്റെ അകത്ത് ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഈ സഭയെ ദൈവാത്മ പുറത്തെടുക്കുകയാണ്. 2017 ഇതിന്റെ ചരിത്രം തിരുത്തുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ഉടമല ജഗദന ധൂരമാന ദീഗജാന ഭൗസമാന ഹബ്ദരാജ വൈഡമാന ഭൗസമത്ത രീഗജാന ഭൗസമാന ഹബ്ദരാജ വൈഡമാന സബ്ദരാജ ഭൗഡജാന ഊടമാന വൈഡജാന സബ്ദരാജ ഭൗഡജാന സൈദരാജ. പാപത്തിന്റെ ശക്തികൾ, വശീകരണ ശക്തികൾ ഈ ദേശം വിട്ട് മാറുകയാണ്. ദൈവസഭയിൽ അഭിഷക്തന്മാർക്ക് വിരൽ ചൂണ്ടുന്ന ഇരുളിന്റെ വ്യാപാരങ്ങൾ ദേശം വിട്ട് മാറുകയാണ്. കത്തട്ടെ കത്തട്ടെ, മുന്തിരിത്തോട്ടം തേജസ്സോടെ പുറത്തു വരട്ടെ. ദൈവമുണ്ടാക്കിയ തോട്ടം, എന്റെ പ്രിയ, എന്റെ കാന്ത, കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടം. കത്തട്ടെ. Blood of Jesus, blood of Jesus, blood of Jesus. രക്തം ജയം, രക്തം ജയം, യേശുവേ 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 രക്തം ജയം. ഹുഡമല ജഗദന ധൂരമന സഗദഗ ധൂരമന ദീപന ഭൗസമ അടഗ രഗജന ധൂരമന. ചില കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി ദൈവം വേർതിരിക്കുകയാ. ചില ശിംശോന്മാർ എഴുന്നേൽക്കാൻ. അഭിഷേകം നഷ്ടപ്പെടുത്തുന്നവരല്ല, അഭിഷേകം നിലനിർത്തുന്ന ശിംശോന്മാര്. ഏൽപ്പിക്കുക. ശരീരത്തെ ദൈവാത്മാവിനെ വിട്ടുകൊടുക്ക്, നാവിനെ ദൈവാത്മാവിനെ വിട്ടുകൊടുക്ക്. ഊടമരംദല വൈഡമരംദല ഭൗഷമരംദല ഭൗഡമര അംദലഗക്ഷകരേദല ഭൗഡമരംദല ഭൗഡമരീബാന അംദലഗക്ഷകരാദല ഭൗഡമരംദൽ കവനാദീബാന വൈഡമരംദല ഭൂസകൾക്ക് മാറ്റം കാണട്ടെ. അടുത്ത പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന് തേജസ്സറങ്ങും ജനം അറിയട്ടെ. ജന ഒരുക്കത്തോടെ വരും ദിവസങ്ങൾ കടന്നു വരുവാൻ, ഉപവസിപ്പാൻ, ശാരീരിക ക്ഷീണങ്ങളെ മറന്ന് പല കാരണങ്ങൾ പറഞ്ഞ് ഉപവസിക്കാതെ മാറിയിരിക്കുന്നവരുണ്ട്. അവരോട് ദൈവത്തോട് ഇടപെട്ട് ഉപവസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കകത്തൊരു ആത്മിക തേജസ്സിന്റെ അവൻ വെളിച്ചമടിക്കുന്ന ദേശം അറിയട്ടെ കർത്താവ്. അവിടെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, വചനത്തോട് ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനും ദൈവസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. തിരുവഴുത്തിലൂടെ ദൈവം മാനിക്കും. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവവരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പകൽക്കാലവും രാത്രികാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഹൃദയമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ തോട്ടത്തെ തകർക്കുന്നതായ ദുഷ്ടൻ്റെതായ കരങ്ങളെക്കുറിച്ച് വ്യക്തമായി നാം കേൾക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലവും പകൽക്കാലവും ശക്തമായി വിടുതൽ പകരുവാനും ഇടയായി തീർന്നല്ലോ. ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസങ്ങളിൽ ശക്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവ സാന്നിധ്യവും വെളിപ്പെടേണ്ടതിന് പരിശുദ്ധ നമ്മൾ സംസാരിച്ചതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഐക്യതയോടെ ഒറ്റക്കെട്ടോടെ നിന്നുകൊണ്ട് ഈ പട്ടണത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആമേ കൂട്ടമായി തീരുവാൻ നമുക്ക് ദൈവവരങ്ങളിലേക്ക് ഇന്ന് രാത്രിയും ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പകലും രാത്രിയും വചനം സംസാരിപ്പാൻ ദൈവത്തിൻ്റെ അഭിഷേകത്തിന് ദൈവം ശക്തീകരിച്ചല്ലോ. ഒരു നിമിഷം കർത്തൃദാസനെ ഓർത്തുകൊണ്ട്, ദാസിയെ ഓർത്തുകൊണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത ദൈവസഭയെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം കരങ്ങളും അധരങ്ങളും ചലിപ്പിച്ചോ നമുക്കൊന്ന് പോരാടി പ്രാർത്ഥിക്കാം. മടക്ക യാത്രയിലും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന്. ആമേൻ 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 ആമേൻ. ഊടാരാബ ശംദാലാബ വൈഡാരാബ ചൂടാരാബ ചീകരം ദ വൈഡാര പ്രഭാത പ്രൗഢ ശീവരം ദ വൈഡാരാബ ചൂടരം ദ വൈഡരം പ്രഭാത പ്രൗഢ ചീകരാബ ഹൗഡാരാബ. ആമേൻ. ദൈവോരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാഗികമായി ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ ജീവിതങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി രാത്രിയും വെളിപ്പെട്ടല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നമ്മോട് മനസ്സലിഞ്ഞു. ദൈവം നമ്മോട് ദയ കാണിച്ച് ഈ രാത്രി നമുക്ക് വിരോധമായി നിന്ന ഇസബേലിന്റെ വ്യാപാരങ്ങളെ, ശത്രുവിന്റെ കരങ്ങളെ സ്വർഗം തച്ചുടച്ചല്ലോ. ഓ ഹല്ലേലൂയ. ആമേ. സ്തോത്രം. നമുക്ക് പറയുവാൻ ഒന്നുണ്ട്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് നമുക്ക് വേണ്ടി സ്വർഗം വിടുതൽ പകർന്നെങ്കിൽ അതേ ഓരങ്ങളിലേക്ക് പിന്നെയും നമുക്ക് ഏൽപ്പിക്കാം.
ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഈ രാത്രി നമുക്ക് ഇറങ്ങിച്ചെല്ലാം. കർത്താവിന് വലിയ പ്രവൃത്തിക്കായി നമ്മെ തന്നെ ഒരുക്കി കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി എഫ് ജോൺ മുൻപോട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ ഈ രാത്രികാല മീറ്റിംഗ് അവസാനിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വിശ്വസനായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പൽക്കാലം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. ആമേൻ. യഹോവഭക്തിയോടെ നിന്നോട് ചേർന്നും ജീവിപ്പാൻ ഞങ്ങളെ ഉത്സാഹിപ്പിച്ച വലിയ കരുണകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വിട്ടുമാറാതെ നിന്റെ സന്നിധി തന്നെ ചേർന്നിരിപ്പാൻ, ആമേൻ, തിരുമുഖത്തേക്ക് മാത്രം നോക്കി വിശുദ്ധയും നയിപ്പാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും സഹായിച്ചുള്ളവാറാണമേ. കടന്നു എല്ലാവരെയും ആളാം പ്രതിയായി തിരുവേനി സൂക്ഷിക്കേണ്ടതിന് സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വയന സംസാരിച്ചങ്ങൾ വലിയൊരു ഭക്തനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനേരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനും ക്രിസ്തുവിൽ തേഞ്ഞവരാക്കി രൂപാന്തരപ്പെടുത്തുവാനും ആമേഹലിൽ കർത്താവ് തന്റെ ദാസനെ വീണ്ടും ശക്തമായി ഉപയോഗിച്ചുള്ളവാറാണമേ. ദൈവകൃപയാൽ കാക്കപ്പെട്ടതിലുള്ള കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചാട്ടെ. സകല മഹത്വം ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പ്രിയ പിതാവേ. കർത്താവിടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസ കൂട്ടായ്മയും നമ്മോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും ഒന്നേക്കും കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആർക്കപ്പെട്ട വിചാരണ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണം.